ഈ ചിത്രങ്ങൾ നമ്മളെ പലതും ഓർമ്മപ്പെടുത്തും, പലതും നമുക്ക് മനസ്സിലാക്കി തരും. അതായത് 3 മണിക്കൂർ ബാക്കി ചില സൗഹൃദങ്ങൾ രാഷ്ട്രീയത്തെക്കാൾ ഉയരത്തിൽ പറക്കും. ഈ ചിത്രത്തിൽ ഒരു റഷ്യൻ സർക്കാർ വിമാനമാണ് നിങ്ങൾ കാണുന്നത്. മധ്യഭാഗത്ത് പറക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇരുവശങ്ങളിലും 2 ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ, ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റേഴ്സ് എസ്കോർട്ട് ചെയ്യുന്ന രൂപത്തിലാണ്. അതായത് റഷ്യൻ പ്രസിഡന്റ് പറക്കുന്ന വിമാനത്തിൻ്റെ ഇരുഭാഗങ്ങളിൽ 2 ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റേഴ്സ്. അതാണ് ഇന്ത്യ പുടിനോട് കാണിക്കുന്ന ഏറ്റവും, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം ഇതിൽ കൂടുതൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യ റഷ്യ സൗഹൃദത്തെക്കുറിച്ച് ശക്തമായ ഒരു പ്രതീകമായി നമുക്ക് ഈ ചിത്രത്തെ ഒരുപക്ഷെ അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. പുടിൻ്റെ വരവ്, അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. പുടിൻ്റെ വരവിനെക്കുറിച്ചും പുടിൻ വന്നതിനെക്കുറിച്ചും നരേന്ദ്രമോദി പുടിനെ എയർപോർട്ടിലെത്തി ആനയിച്ചതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടതും കേട്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെയാണ്. വ്യാഴാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പതിവ് റേഞ്ച് റോവർ മാറ്റിവെച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടൊപ്പം വെളുത്ത ടൊയോട്ട ഫോർച്യൂണറിൽ ന്യൂഡൽഹിയിലെ വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് യാത്ര തിരിച്ചത്. നമുക്കറിയാം, വ്ളാഡിമിർ പുടിൻ എവിടെ വന്നാലും അദ്ദേഹത്തിൻ്റെ ഔറസ് കാർ അത് അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഉണ്ടാകും. ഔറസ് കാറിനെ കുറിച്ച് ഒരുപക്ഷെ നമ്മൾ കേട്ടു തുടങ്ങിയത് നമ്മുടെ ഷീ ജിൻപിങ് ഷാൻഘായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സമയത്ത് മോദിയെ 45 മിനിറ്റ് മോദി പുടിനെ സംസാരിച്ചത് ഔറസ് കാറിലാണ്. ഔറസ് കാറിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് പിന്നീട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത്. ഔറസ് മോട്ടോഴ്സ് റഷ്യയിൽ നിർമ്മിക്കുന്ന ഒരു ലക്ഷറി അത്യാഡംബര കാറാണ് ഈ ഔറസ് കാർ എന്ന് പറയുന്നത്. റഷ്യൻ പ്രസിഡന്റ് ഔദ്യോഗിക കാറാണ്, അതുകൊണ്ട് തന്നെയാണ് അത് ഏറെ പ്രശസ്തമായത്. റഷ്യൻ പ്രസിഡന്റ് ഒഫീഷ്യൽ സ്റ്റേറ്റ് കാറാണ്. റോൾസ് റോയ്സ്, മെഴ്സിഡസ് മേബേജ് പോലുള്ള സ്റ്റൈൽ വളരെ സുരക്ഷിതമായ ആർമൗഡ് പതിപ്പുണ്ട് അതിൽ. അത്യാഡംബരമാണ് SUV. മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രത്യേകതകൾ അതിനുണ്ട്. എൻജിൻ സാധാരണ V8 ഹൈബ്രിഡ്, അതായത് 600 HP ആണ്. ഹൈ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്, ബുള്ളറ്റ് പ്രൂഫ് വേരിയൻറ്റ്സ്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ലെതർ സീറ്റ്സ്, പ്രീമിയം വുഡ്, മെറ്റൽ ഫിനിഷ്. വ്ളാഡിമിർ പുടിൻ സാധാരണ ഉപയോഗിക്കുന്നത് ഔറസ് സെനറ്റ് കാറാണ്. അത് എവിടെ പോയാലും അദ്ദേഹം ആ കാറ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ വന്നപ്പോൾ അങ്ങനെയല്ല. ഇന്ത്യയിൽ അദ്ദേഹം നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ റേഞ്ച് റോവർ മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചത് ഒരു വെളുത്ത ടൊയോട്ട ഫോർച്യൂണർ കാറിലാണ്. ന്യൂഡൽഹിയിലൂടെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോയതും ഈ കാറിൽ തന്നെയാണ്. ഇരു നേതാക്കളും പാലിക്കേണ്ട മാനദണ്ഡങ്ങളിൽ നിന്ന് സാധാരണമായൊരു ലംഘനമായി വേണമെങ്കിൽ നമുക്കിതിനെ കണക്കാക്കാം. കാരണം അത്ര സുരക്ഷിതമായ ഇടങ്ങളിലാണ് ലോകത്തെ ഏറ്റവും 2 ശക്തിയായ നേതാക്കൾ. അവർ എന്താണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്? നമ്മൾ ഷാൻഘായ് ഉച്ചകോടിയിലും സെയിം ഇത് തന്നെയാണ് കണ്ടത്. അവിടെ പക്ഷേ പുടിനോടൊപ്പം ഒരു ഔറസ് കാർ ഉണ്ടായിരുന്നു, പുടിൻ്റെ ഔദ്യോഗിക കാർ. അതിലെല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉള്ള ഒരു കാറാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ടൊയോട്ട ഫോർച്യൂണർ സിഗ്മ 4 MG MHO 1EN5795 എന്ന വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വിശദാംശങ്ങൾ ഓൺലൈനിൽ പുറത്തു വന്നതിനെ തുടർന്നാണ് അതിപ്പോൾ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. BSVI എമിഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഈ കാർ 2024 ഏപ്രിൽ രജിസ്റ്റർ ചെയ്തതായി രേഖകൾ കാണിക്കുന്നു. VIP നീക്കത്തിനായി സുരക്ഷാ ഏജൻസികൾ സാധാരണ ഉപയോഗിക്കുന്ന അടുത്തിടെ അപ്ഡേറ്റ് ചെയ്ത വാഹനത്തിന്റെ ഭാഗമായ ഫോർച്യൂണറിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് 2039 വരെ ഏപ്രിൽ വരെ സാധുവാണ്. മലിനീകരണ സർട്ടിഫിക്കറ്റ് 2025 വരെ 26 ജൂൺ വരെ നിലവിലുണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും പേപ്പർ വർക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വാഹനം തിരഞ്ഞെടുക്കുന്നതിലായിരുന്നു കൂടുതൽ ശ്രദ്ധ. ഫോർച്യൂണർ പ്രധാനമന്ത്രിയുടെ പതിവ് യാത്രയുടെ ഭാഗമല്ല. കൂടാതെ പുടിൻ്റെ പതിവ് സുരക്ഷാ ക്രമീകരണങ്ങളിൽ നിന്നുള്ള ഒരു വ്യതിചലനവുമാണ്. ഇപ്പം എന്തോ ഒരു കാര്യം നടക്കാനുണ്ട് എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു മാറ്റി ചിന്തിക്കലിനെ അവരെ പ്രേരിപ്പിച്ചതെന്ന് തോന്നുന്നു. റഷ്യൻ പ്രസിഡന്റ് പ്രത്യേകിച്ച് ഔറസ് സെനറ്റിൽ യാത്ര ചെയ്തില്ല. അദ്ദേഹം ഇവിടെ വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഔറസ് സെനറ്റിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. പക്ഷെ അദ്ദേഹം യാത്ര ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കവചിത പ്രസിഡൻഷ്യൽ ലിമോസിൻ സാധാരണ
വിദേശത്ത് അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് ഔറസ് കാർ എന്ന് പറയുന്നത്. മോസ്കോ ആസ്ഥാനമായുള്ള ഔറസ് മോട്ടോഴ്സ് നിർമ്മിക്കുന്ന സെനറ്റ് കവചിത ഫ്രെയിമും റോൾഡ് റോയ്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്റ്റൈലിങ്ങിനും പേരുകേട്ട റഷ്യയുടെ ഔദ്യോഗിക സ്റ്റേറ്റ് കാറാണ്. റഷ്യയുടെ വിദേശ സുരക്ഷയുടെ അവിഭാജ്യ ഘടകം കൂടിയാണ്. കർശന നിയന്ത്രണങ്ങളുള്ള ബഹുതല സുരക്ഷാ സംവിധാനങ്ങളിൽ സഞ്ചരിക്കുന്ന 2 ഗവൺമെന്റ് തലവന്മാർക്കിടയിൽ എന്താണ് ഇങ്ങനെ ഒരു കാറ് എന്നുള്ളത് ഒരു സംശയം ഉളവാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മോദിയും പുടിനും പലപ്പോഴും പരസ്യമായി ഉയർത്തിക്കാട്ടുന്ന വ്യക്തിപരമായ ബന്ധത്തെ ഈ തീരുമാനം അടിവരയിടുന്നുണ്ട്. അതായത് ഏത് കാറിൽ സഞ്ചരിച്ചാലും തൊട്ടടുത്തിരിക്കുന്ന നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ ഞാൻ സുരക്ഷിതനാണ് എന്ന് ഔറസ് കാറിനെ പോലും മാറ്റി വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയോടൊപ്പം വൈറ്റ് ഫോർച്യൂണർ സഞ്ചരിക്കാൻ പുടിൻ തയ്യാറായെങ്കിൽ തീർച്ചയായും മോദി എത്രത്തോളം പുടിൻ വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ്. പ്രധാനമന്ത്രി മോദി പുടിനെ വിമാനത്താവളത്തിൽ നേരിട്ട് സ്വീകരിച്ചു. ഇരു നേതാക്കളും ഒരുമിച്ച് ഫോർച്യൂണറിൽ പ്രവേശിക്കുന്നത് പല ചാനലുകളും അത് കാണുന്നുണ്ട്. ഇന്ത്യ റഷ്യ പതാകകളും സന്ദർശനത്തിലുള്ള പ്രത്യേക ക്രമീകരണങ്ങളും അലങ്കരിച്ച സമൻ ലോക് കല്യാൺ മാർഗിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കാണ് പോയത്. പുടിന്റെ 2 ദിവസത്തെ സന്ദർശനം ഡൽഹിയിലെ ചില ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ കൂടിക്കാഴ്ച പല മേഖലകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം സംശയമില്ല. 2022 തുടങ്ങിയ ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് ശേഷം ഇന്ത്യയിലേക്കുള്ള പുടിന്റെ ആദ്യ സന്ദർശനം. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയവും അന്താരാഷ്ട്രീയപരവുമായി വലിയ പ്രാധാന്യമുണ്ട്. 2 രാജ്യങ്ങളുടെയും ഊർജ്ജ ആയുധ സാമ്പത്തിക അടിസ്ഥാനത്തിൽ പ്രത്യേക പങ്കാളിത്തം ഉളവാക്കുന്ന ബന്ധമായിരിക്കും. മാത്രമല്ല ഈ ആഗോള ജിയോപൊളിറ്റിക് നിലപാട്, പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധവും അതിന്റെ സമ്മർദ്ദങ്ങളും ശാസ്ത്രീയ നിലപാടുകളും ഒക്കെ ഒരുപക്ഷെ ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും. വ്യാപാരം, സമ്പദ് വ്യവസ്ഥ, സഹകരണങ്ങൾ, 2 രാജ്യങ്ങളുടെ വ്യാപാര തുല്യത കുറയ്ക്കൽ, വൈവിധ്യമാർന്ന കോർപ്പറേഷൻ മേഖലയിലേക്കുള്ള വിപുലീകരണം, ആഗോള പ്രാദേശിക സുരക്ഷ, ലോകതലത്തിലെ മാറ്റങ്ങൾ, അന്തർദേശീയ നിലപാടുകൾ, ഊർജ്ജം, എണ്ണയുടെ ഉൽപാദനവും വിതരണവും, ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ, പ്രതിരക്ഷ സഹകരണം, സൈനിക സായുധ സാങ്കേതിക ആയുധ വ്യാപാര സിസ്റ്റം, അങ്ങനെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ഇതിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2002 റഷ്യ ഉക്രൈൻ വാർ ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു സന്ദർശനമാണ് റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പല രീതിയിലും നമുക്കിത് ഒരുപക്ഷെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ വലിയ ചർച്ച. പക്ഷെ ലോകം ഉറ്റുനോക്കുന്നത് എന്താണ് ആ വെള്ള ഫോർച്യൂൺ കാറ്, എന്താണ് അങ്ങനെ ഒരു യാത്രയ്ക്ക് നരേന്ദ്രമോദിയും പുടിനും തയ്യാറായത്? എന്തുകൊണ്ടായിരിക്കാം അത്തരം ഒരു ഔറസ് കാർ പോലും മാറ്റി വെച്ചുകൊണ്ട് ആ വെള്ള ഫോർച്യൂണറിലേക്കുള്ള യാത്ര? എന്തായിരിക്കാം അതിനുള്ള കാരണം? ഇത് ഷീ ജിൻപിങ് അല്ലെങ്കിൽ ഷാൻഹായ് ഉച്ചകോടിയിൽ നമ്മൾ കണ്ട അതേ ക്യൂരിയോസിറ്റി, അതേ ആകാംക്ഷ നമുക്ക് ഇവിടെയും ഉണ്ട് എന്നുള്ളതാണ്. 2 ലോക നേതാക്കന്മാർ വലിയ സുരക്ഷിതത്വം ഇല്ലാതെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ഇടമായി, അല്ലെങ്കിൽ ലോക നേതാക്കൾക്ക് ഇന്ത്യയിൽ ഒന്നും സംഭവിക്കില്ല എന്ന് മറ്റു രാജ്യങ്ങളിലെ അല്ലെങ്കിൽ മറ്റു നേതാക്കൾക്ക് കൂടി പറഞ്ഞു കൊടുക്കുന്ന ഒരു പാഠമാണോ നരേന്ദ്രമോദി ഇതിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് നരേന്ദ്രമോദിയുടെ മനസ്സിൽ, എന്താണ് മോദി ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും വെളുത്ത ഫോർച്യൂണർ കാർ ഇപ്പോഴും നമ്മളെ വല്ലാതെ ഒന്ന് ആകാംക്ഷപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്.